ഒരാൾ സൈഡിൽ നിന്ന് അപ്പുറം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഇതാണ് ഇതിന്റെ എൻജിൻ റൂം. 58 meters. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിപ്പോൾ ഉള്ളത് കോൺവോളിലാണ്. കോൺവോളിൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഞങ്ങൾ പോകുന്നത് ഞാനും അഞ്ജും അജയും ദിബുവും കൂടെയാണ്. നമ്മൾ പോകുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ബോട്ട് അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 8 മണിക്കായിരുന്നു നമുക്ക് പോകേണ്ടത്. നമ്മൾ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ 9 മണിയായ സമയം. ആദ്യമായിട്ടാണ് ഞാൻ UK വന്നിട്ട് ഈ പറഞ്ഞ പോലെ ബോട്ട് ഫിഷിങ്ങിന് പോകുന്നത്. നമ്മൾ പോകേണ്ട ബോട്ട് ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലക്ഷദ്വീപ് പോയ ബോട്ട് പോലെയല്ല, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ബോട്ടാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ചെറിയൊരു കടൽ എടുക്കാണ്. ആ ഒരു സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കയറിയിട്ടാണ് ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അഞ്ജും ഓൾറെഡി ബോട്ട് ഫിഷിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ അജയും ദീപും അവരുടെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ബോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? പോയിട്ടില്ലല്ലോ. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതുവരെ ഇല്ല. അജയ്, നിങ്ങൾക്ക് പോലെ കേറില്ലേ? എന്തെങ്കിലും ആദ്യമായിട്ട് ബോട്ടിൽ പോകുന്നത് കടലല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ പോകുന്നത്. FY324 ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അവർ കുറച്ച് നേരമായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ ഇന്ന് വെതർ കുറച്ച് ഡള്ളാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ചെറിയ തണുപ്പുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അടിപൊളി 2 പേരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഹായ്, താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? നൈസ് ടു മീറ്റ് യു. അപ്പോൾ നമ്മൾ ബോട്ട് എടുക്കാൻ വേണ്ടി പോകണം. അതിന് മുമ്പുണ്ടല്ലോ നമ്മൾ പോകുന്ന ബോട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ഒരു ഫിഷിംഗ് ബോട്ടാണ്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ മീനിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ മേളിലാണെങ്കിൽ ഫുള്ള് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും വെതർ ഇച്ചിരി മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പ്രോപ്പർ ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് കയറി കാണിച്ചു തരാം. ഈ ഒരു കാണുന്നതൊക്കെ ഇതിന്റെ കമ്പാർട്ട്മെന്റ്സ് ആണ്. ഇതിനകത്ത് സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് മീൻ പിടിക്കാനുള്ള നല്ലൊരു ഡെക്കാണ്. പിന്നെ ഇവിടുന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഇതാണ് ഇതിന്റെ എൻജിൻ റൂം. ഞാൻ ജസ്റ്റ് എൻജിൻ റൂമിൽ നിന്ന് കയറുവാണ്. ഇതാണ് എൻജിൻ റൂം. ഇതിനകത്താണെങ്കിൽ അവർക്ക് ടാക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളാണെങ്കിൽ ബോട്ട് പുറത്തേക്ക് എടുക്കുവാണ്. പിന്നെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഇത് മീനിനെ പിടിച്ചിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഫിഷ് ഫൈൻഡർ ഉണ്ട് കേട്ടോ, പ്രോപ്പർ. അപ്പോൾ ആള് ബോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ പുറത്തേക്ക് പോകണം. അഞ്ജു, എക്സൈറ്റഡ് ആണോ? അല്ലേ? എന്ത് ചൂണ്ടയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറിയോ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പോകുന്ന ബോട്ടിൽ 10 പേർക്ക് വരെ പോകാനായിട്ട് വരും. 10 പേർക്ക് പോകാനായിട്ട് 400 പൗണ്ടാണ് ഇതിൻ്റെ റെന്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ 4 പേര് കൂടിയിട്ടാണ് ഇത് റെന്റിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അടിപൊളി. ആൾ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു ബോട്ട് ഡോക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കറക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ കടലിലേക്ക് പോവാണ് കേട്ടോ. അഞ്ച് എങ്ങനെയുണ്ട്? അല്ലേ? അടിപൊളിയല്ലേ? എൻ്റെ ഫോൺ എന്ത് ഉണ്ട്? വെതർ ഇച്ചിരി ഡള്ളാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ ബോട്ട് അറിയാതിരിക്കാനുള്ള സംഭവമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇനി കടലിനകത്തേക്ക് പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കടലിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, ഒട്ടും തിരയില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതാണോ വളരെ സ്റ്റേബിൾ ആയിട്ടാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ആട്ടമൊന്നുമില്ല. അവിടെ ഉണ്ടോ? അടിപൊളി. ഇത് എങ്ങനെയുണ്ട്? കൂടുതലായിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവർ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ട് റോഡും റെയിലുമാണ്. അതുപോലെ തന്നെ ഇതിൽ നല്ല മാക്കറിൽ പിടിക്കാനുള്ള സബുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന അവിടെ നിന്നാണ്. അടിപൊളി. അപ്പം നമ്മളുണ്ടല്ലോ ബോട്ട് ഇവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് നമുക്ക് ചൂണ്ട എടുത്ത് തരുന്നുണ്ട്. ഇതുണ്ടല്ലോ ഇതിന്റെ മേളിൽ ഫുള്ള് ചൂണ്ടയാണ് കേട്ടോ. പക്ഷെ വേറെ സംഭവമുണ്ട്. നമ്മുടെ ബോട്ട് നിർത്തിയപ്പോഴേക്കും ബോട്ടിന് നല്ല ആട്ടമാണ് കേട്ടോ. ഓടിക്കൊണ്ടിരുന്ന പോലെയല്ല. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഞാൻ സെൽഫ് ബാലൻസ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ബോട്ട് കിടന്ന് ആടുന്നുണ്ട്. ആള് നമുക്ക് റീല് തരുന്നുണ്ട്. ഓക്കെ, there's a note, yeah, at the end. Okay. Okay. Come off gently and go down.
Don't take it right the way up, it'll take something. ഓക്കെ, ആള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാണേ. All the way down to the bottom. 58 metres of water. 58 meters. Yeah. ഓ അടിപൊളി. ഇവിടെ 58 മീറ്റർ താഴ്ചയുണ്ട് കേട്ടോ. I'll be talking in between in my native language. Okay, that's fine. Yeah, that's fine. അപ്പോൾ ഞാൻ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് മലയാളം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല. 58 മീറ്റർ ആണ് ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുമ്പോഴേക്കും. Finally get to the bottom, it will stop. How can you understand it reaches the bottom? Second, How can we understand it touches the bottom? it will stop. It will stop. Yeah, the line will be loose. Can't go any further. Yeah. Right, when it gets to the bottom, push the lever forward, grab it above the reel, tuck it under your arm, give it a couple of winds off the bottom, and then lift it up and down. You got a fish? When you got fish, wind a bit. ആൾക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. It was. It was. Yeah, I think it. ആൾക്ക് എന്താണെങ്കിലും ആൾ എക്സ്പ്ലെയിൻ ചെയ്യണം നമുക്ക് എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് പ്രോപ്പർലി കൈൻഡ് ഓഫ് ജിഗിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്കറിലാണ് ടാർഗറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആൾ റീൽ ചെയ്യുവാണ്. അപ്പോൾ നോക്കാം മീൻ ഉണ്ടോ ഇല്ലയോണേ. അടിപൊളി. ഓ അത് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. നമ്മുടെ ആങ്കർ ആണത്. അപ്പോൾ ആളെന്താണല്ലോ ഇതാരും മനസ്സിലാക്കി. അപ്പോൾ ആളെന്താണല്ലോ റെയിൽ ബാക്ക് ചെയ്യുവാണ്. നമുക്ക് നോക്കാം മീൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവർ ഫിഷ് ഫൈൻഡർ വെച്ചിട്ട് മീനെ കണ്ടുപിടിച്ചിട്ടാണ് ഇവർ ആക്ച്വലി. ഓ യാ. അപ്പോൾ നോക്കാം മീനുണ്ടോന്നേ. മീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ നല്ല വെയിറ്റ് ആയിട്ടിരിക്കുന്നത്. ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ഒരു ഓ യാ വി ഗോട്ട്. Okay, don't wind it right to the top. ഓ Grab what you weight. That's fish off for you. യാ അടിപൊളി. നമുക്ക് ഫസ്റ്റ് കാസ്റ്റിൽ മീൻ കിട്ടിയിട്ടുണ്ട്. Just like that, then we'll put it in on the ice. ഓ ഓക്കെ, ഇതിനകത്ത് ഐസ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഐസ് ബോക്സിനകത്ത് അവർ മീൻ ഇട്ടിട്ടുണ്ട്. അടിപൊളി. അഞ്ചു യാ. Okay, but you need to hold on to that before you move. All right. ഓക്കെ യാ. Let's go. There's not much I can do about the movement. അപ്പോൾ ഞാൻ വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 58 മീറ്റർ താഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മളൊരു ബോട്ട് റീലും ബോട്ട് റോഡും ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പെന്നിൻ്റെ ആണ് കേട്ടോ, അല്ല ഷേക്സ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അഗ്ലിസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താണെങ്കിലും ബോട്ടം വരുന്ന നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും താഴെ. ഇതുവരെ താഴെ എത്തിയിട്ടില്ല കേട്ടോ. 58 മീറ്റർ വിളിക്ക് നല്ല താഴ്ചയുണ്ട്. ആയിക്കോട്ടെ ബൈ. That's the bottom. Push that one forward. Just a couple of winds. No, just. ഓ ഓക്കെ 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 ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അതിന്റെ സംഭവിച്ച എനിക്ക് മനസ്സിലായില്ല. That's okay. I'll change the rod. No. ഓ യാ That one's going backwards. യാ I got it. ഗോയിങ് ബാക്ക്വേർഡ്സ്. യാ എനിക്കാണ് നല്ല ഇടി കിട്ടി കേട്ടോ. അതായത് ആ റോഡ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പം എനിക്ക് ആ ഒരു നമ്മുടെ റെയിലിന്റെ ഹാൻഡിലും എൻ്റെ തലക്കിട്ട് ഇടിച്ചു. നല്ല വേദനയാണ് കേട്ടോ. അപ്പോൾ എഗെയിൻ ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറിയിട്ടുവാണ് കേട്ടോ. നമ്മൾ ഫുള്ള് ഡ്രോപ്പ് ചെയ്യുവാണ്. നമുക്ക് ആർക്കും മീൻ കിട്ടും നോക്കാം കേട്ടോ. ഇതുവരെ താഴെ എത്തിയിട്ടില്ല. നല്ല താഴ്ചയാണ്. യാ നമ്മൾ ലക്ഷദ്വീപിലും മാലദ്വീപ്സും ഒന്നും പോയ പോലെയല്ല. ബോട്ട് വളരെ അൺസ്റ്റേബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് വേറെ എന്തോ ടെക്നിക്ക് ഉണ്ടെന്ന് കേട്ടോ. ആൾക്ക് ഇട്ടപ്പോൾ തന്നെ മീൻ കിട്ടി. ആൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഗൈൻ ദ സെയിം ഫിഷ്. ഓ നമ്മുടെ നാട്ടിൽ നമ്മൾ കുട്ടൻ എന്നൊക്കെ പറയുന്നൊരു മീനാണ് കേട്ടോ. അടിപൊളി. ആളിട്ടു, ആൾക്ക് ഉടനെ ആൾ 2 പ്രാവശ്യം ഇട്ടപ്പോഴായിരിക്കും മീൻ കിട്ടി കേട്ടോ. ഞാൻ ജസ്റ്റ് ആള് വാച്ച് ചെയ്യാൻ വേണ്ടി പോകണം ആൾ എന്താ ചെയ്യുന്നതെന്ന്. അഗൈൻ ആള് വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ ദി വേ ഡൗൺ റൈറ്റ്. ഓ എനിക്ക് മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് റീൽ ചെയ്യുവാണ്. ഓ നമുക്ക് മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ബോട്ടിന് ആക്ച്വലി അല്ല നമ്മുടെ വെയിറ്റിന് നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വെയിറ്റ് ആണ്. ഓ മീനുണ്ട് 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 മീൻ ഞാൻ കണ്ടു. ഓ യാ ദാറ്റ്സ് മൈ വെരി ഫസ്റ്റ് ഫിഷ്. എൻ്റെ ആദ്യത്തെ മീനാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, അടിപൊളി. അഞ്ചു അങ്ങോട്ട് ഇട്ട് താഴെ ചെന്നില്ല. അഞ്ചിന് ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഞ്ചു റീലിന് ബാക്ക് ചെയ്യുവാണ് കേട്ടോ. അഞ്ചു ഈ ബോട്ട് റീൽ കൊള്ളാം അല്ലേ? ഇച്ചിരി കഴിഞ്ഞിട്ട് പോയാൽ മതിന്നൊക്കെ അഞ്ചു പറയുന്നേ. ഒരാൾ സൈഡിൽ നിന്ന് അപ്പുറം ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല ഞാൻ ചൂണ്ടിടാന്നൊക്കെയാണ് പറയുന്നത്. അഞ്ചു അപ്പോൾ എന്നാൾ റീലും ചെയ്യണം. നമുക്ക് മീൻ എന്താണെന്ന് നോക്കാവേ. ഈ ബോട്ട് നന്നായിട്ടാണ് ഇതുണ്ടോ. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ വീഡിയോയ്ക്ക് അത് മനസ്സിലാവുന്നത്. അഞ്ചു സേഫായിട്ട് അഞ്ചു നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടല്ലോ. കഷ്ടപ്പെട്ടാണ് റീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവളെക്കാളും വലിയ റോഡും റീലുമാണ് കേട്ടോ. ഓൾമോസ്റ്റ് ദെയർ. അഞ്ചിന് മീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ യാ നമുക്ക് മീനെ കാണാനായിട്ട് പറ്റുന്ന ഇതുണ്ടല്ലോ. വലിയ മീനാണ് കേട്ടോ. സ്റ്റോപ്പ് അത് മതി. അത്ര നീ പൊക്കിക്കും. അടിപൊളി. അഞ്ജുവിന്റെ ആദ്യത്തെ മീൻ UK-ലെ, അതും വലിയ മീനാണ് കേട്ടോ. വൺ ഓഫ് ദി ബിഗസ്റ്റ് വൺസ്. അടിപൊളി. അഞ്ജുവിന് കിട്ടിയ അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. നമുക്കടല്ലോ ദീപു, നമുക്ക് തിരിച്ച് പുള്ളി പറഞ്ഞ അതല്ല ഇനി വോമിറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. ഇനി സീസൊക്കെ ആയി കഴിഞ്ഞാൽ റിസ്ക്കാ. നമ്മൾ അതിനെ എല്ലാം ഐസ് ബോക്സ് ഇടുവാണ് കേട്ടോ. ഇത് കണ്ടല്ലോ. അങ്ങനെ UK-ൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ആദ്യത്തെ മീൻ പിടിച്ചു കേട്ടോ.
ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം കടലിൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും സീസിക്കാവുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ദിബു, അജയ് എല്ലാവരും നന്നായിട്ട് വോമിറ്റ് ചെയ്തു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് നിർത്തുന്ന സമയത്ത് നല്ല റോളിംഗ് ആണ്. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഛർദ്ദിക്കും. പക്ഷേ അഞ്ചു മാത്രം ഞങ്ങളുടെ കൂട്ടത്തിൽ ഛർദ്ദിച്ചില്ല കേട്ടോ. അവളാണെങ്കിൽ ഒരു മീനെ പിടിച്ചു. അപ്പോൾ നമ്മൾ പയ്യെ തിരിച്ചു പോവുകയാണ്. ഞങ്ങളൊക്കെ ഏകദേശം ഒന്ന് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. പക്ഷേ ദിബുവിൻ്റെ സിറ്റുവേഷൻ ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് വേഴ്സായിരുന്നു. എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിയാൽ മതി എന്നാണ്. ശരിക്കും കടലിൽ പോകുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ സീസിക്കായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ മാത്രമേ നമ്മൾ മീൻ പിടിച്ചുള്ളൂ. ഏകദേശം 400 പൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. നമ്മൾ നേരെ തിരിച്ച് കരയ്ക്കേക്ക് പോയി. പക്ഷേ നമ്മളിന്ന് വൈകുന്നേരം ചൂണ്ടിടാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 2 ചൂണ്ടയുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് രാവിലെ നമ്മൾ ബോട്ട് ഫിഷിങ്ങിന് പോയായിരുന്നു. അതിൽ നമുക്ക് അത്രയും മീൻ പിടിക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ പോയപ്പോഴേക്കും നമ്മളെല്ലാവരും കുറച്ച് സിക്കായി. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ സമയം രാത്രിയിൽ 7 മണിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇവിടെ നല്ല വെയിൽ വരുന്ന സമയം. നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. വേബാ, ഇവിടെ ആണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫിഷിംഗ് ഈസ് ഫ്രീ ആണ്. ഇവിടെ നമുക്ക് മീൻപിടുത്തം ഫ്രീ ആണ്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഫ്രീ അല്ല. നമ്മൾ ഈ നിൽക്കുന്ന ലൈറ്റ് ഹൗസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. ഞാൻ കാണിച്ചു തരാം സ്ഥലം കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ ചൂണ്ടിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം. ആദ്യത്തെ മീൻ പിടിക്കാം കേട്ടോ. ഇവിടെ മാക്രലും അതുപോലെ തന്നെ സീബാസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ മാത്രമേ ഉള്ളൂ ചൂണ്ടിടാനുള്ള സ്പേസ് ഉള്ള സ്ഥലമുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ എല്ലാ സൈഡിലും ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. മാക്രൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ജിഗ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് ഇഷ്ടംപോലെ ബെയ്റ്റ് ഫിഷ് നിൽപ്പുണ്ട്. അതായത് ഇവിടെ 8 മണിയാകുമ്പോഴേക്കും ഹൈറ്റൈഡാണ്. ഹൈറ്റൈഡിന് ഇവിടെ നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഏകദേശം 10 മണി വരെ അത്യാവശ്യം നല്ല വെട്ടം കിട്ടും. ആ ഒരു സമയമായപ്പോഴേക്കും അത്യാവശ്യം എല്ലാവരും മീൻ ഇവിടെ നിർത്തി തിരിച്ചുപോയി. പക്ഷേ നമുക്കപ്പോഴാണ് മീൻ കിട്ടാൻ തുടങ്ങിയത്. അജയ്ക്കും ദിബുവിനും ആദ്യമായിട്ട് റോഡും റെയിലും മീൻ കിട്ടി കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. 5 ആട്ടെ ഫുൾ ടൈം ഫിഷിങ്. അവൾ മീൻ പിടുത്തം നിർത്തിയല്ല എങ്കിൽ അത് ഏകദേശം ഒരു 5-6 മീനിനെ 5 തന്നെ പിടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10-11 മണി ആയപ്പോഴേക്കുമാണ് നമ്മൾ മീൻ പിടുത്തം നിർത്തിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫിഷിങ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, തിരിച്ചു പോകണം. ഹാർബർ എൻഡ് ആയി കേട്ടോ. ഇവിടെയൊന്നും ആരുമില്ല. അപ്പോൾ നമ്മളിനി വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ വണ്ടിയിലെത്തിയിട്ട് നമ്മുടെ സാധനങ്ങളും ലഗേജും ഒക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം 25 മിനിറ്റ് യാത്രയുണ്ട്. റൂമിൽ ചെന്നിട്ട് വേണം നമുക്ക് മീനിനെയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് കേട്ടോ. പക്ഷെ രാവിലെ അല്ല ക്യാമറ കുറച്ച് ക്ലിയർ ഉണ്ടോ? ഇല്ലോ. ഹലോ 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 ഹലോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടുന്ന് നടന്നു എല്ലാവരും ഒരുമിച്ച്. ആ റെഡിയല്ലേ? ഒരുമിച്ച് നടന്നേ. ഞാൻ ഇൻട്രോ പറഞ്ഞോളാവേ. ഇതാ ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ